അത് ആദില് തന്നെ ആയിരിക്കുന്നു. അല്ല, അവനെങ്ങനെ അവിടെ എത്തി? അമ്മാവൻ അവിടെ ഉള്ള കാര്യം അവനെങ്ങനെ അറിഞ്ഞു? രഘുവേട്ടനെ വിളിച്ചപ്പോ രഘുവേട്ടനാണ് അത്ര പറഞ്ഞതെന്ന്. ആദിത്യൻ എന്ന പഴയ സഹപാഠി രഘുവേട്ടനെ വിളിച്ചിരുന്നോ? എന്നെങ്ങനെ ആരും വിളിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് രഘുവേട്ട, അവൻ പഠിച്ച കള്ളനാ. നമ്മുടെ ഓരോ നീക്കവും മാറി നിന്ന് അവൻ വീക്ഷിക്കുന്നുണ്ട്. അവസാനം അച്ഛനും അനുവും അവൻ എന്ത് പറഞ്ഞാ വിട്ടത്? രഘുവേട്ടൻ ഗാർമെന്റ്സിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ലെന്ന് പറഞ്ഞപ്പോ അച്ഛൻ സ്വന്തം നിലയ്ക്ക് അവന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുക. അതുകൊണ്ട് ആദിത്യൻ എന്ന് ആദില് അന്ന് അവിടെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാ. അല്ല, അത് ആദിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിന്റെ സംശയം അനുവിനോട് പറഞ്ഞോ? ഇല്ല, പക്ഷെ അനുചേച്ചിക്ക് എന്തോ സംശയമുണ്ട്. അയാളെ എവിടെയോ വെച്ച് കണ്ടതായി ഓർക്കുന്നു പറഞ്ഞു. ആക്സിഡന്റ് പറ്റിയ നിലയിലായിരുന്നു പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു അത് അയാള് തന്നെയാന്ന്. അത് അവൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവൻ ഒരുങ്ങി തന്നെ. രഘുവേട്ട, ഇനി നമ്മൾ എന്ത് ചെയ്യും? അവൻ ആരാണെന്ന് അച്ഛൻ എങ്ങാനും അറിഞ്ഞ? അതറിയരുത്. ഗാർമെന്റ്സിന്റെ ഉദ്ഘാടനം കഴിയുന്നവരെങ്കിലും അമ്മാവനൊന്നും അറിയരുത്. ഇപ്പോഴും ഉണ്ണിക്കുട്ടൻ അനുദയിച്ചിട്ട് കൂടെ കിടക്കുന്നു. പതുക്കെ അവനെ ഇങ്ങോട്ട് മാറ്റണം. അശോകേട്ടൻ വരാൻ പോവല്ലേ? ആ, 2 വർഷം കൊണ്ട് 50 ലക്ഷം രൂപയൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ ശബരേട്ട? അത്രയും കാശ് അശോകേട്ടൻ സമ്പാദിച്ചു എന്ന് പറയാറായിട്ടില്ലതേ. ഗൾഫിലുള്ളവർ നടത്തുന്ന ഒരു പ്രൈവറ്റ് ചിട്ടിയാ. അതിന്റെ നറുക്ക് അശോകേട്ടന് കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ ഇനിയും 2 വർഷം കൂടി മാസത്തവണ അടച്ചേ പറ്റൂ. എന്നാലും 50 ലക്ഷം രൂപ ഉടനെ കൈ കിട്ടുമല്ലേ? ഇനി അത് വെച്ച് അശോകേട്ടൻ പുതിയ ഗാർമെന്റ്സ് തുടങ്ങും ശബരേട്ട? അല്ല, രഘുവേട്ടൻ ഗാർമെന്റ്സ് തുടങ്ങുന്നതിന് നമുക്കൊരടിയാ. ഇനി അശോകേട്ടനും കൂടെ ആ ഫീൽഡിൽ തന്നെ വന്നാ ശബരേട്ടനാണെങ്കിൽ എല്ലാവർക്കും വഴി തുറന്നു കൊടുക്കുകയും ചെയ്യും. എന്റെ ദയേ, ഞാൻ സഹായിച്ചില്ലെങ്കിലും രഘുവേട്ടൻ സ്വന്തമായിട്ട് ഗാർമെന്റ്സ് തുടങ്ങും. പക്ഷേ മയൂരി ഗാർമെന്റ്സ് കിട്ടില്ലായിരുന്നു. അത് ശബരേട്ടനല്ലേ കാണിച്ചു കൊടുത്തത്? നമ്മുടെ കമ്പനിയെ കടത്തി വെട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അമ്പിളി ചേച്ചിക്ക് ഇപ്പൊ തന്നെ തലക്കനം തുടങ്ങി. ഓ, ഇനി എന്തൊക്കെ ജാടകൾ കാണേണ്ടി വരുമോ എന്തോ. പിന്നെ എനിക്ക് ഈ ഉദ്ഘാടനത്തിന് വരാനൊന്നും താല്പര്യമില്ല. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഇവിടെ വരെ വന്ന് പറഞ്ഞതല്ലേ ദയേ? ജാടയായിരുന്നെങ്കിൽ അവർക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? പോകാതിരിക്കുന്നത് മോശ. ആ, എന്നാ പിന്നെ ഒന്ന് തല കാണിച്ചിട്ടെങ്കിൽ വരാം. ആ, അനുദേച്ചിക്കും തലക്കനം കൂടും. ഭർത്താവ് ലക്ഷങ്ങളുമായി ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരികയല്ലേ? നീ എന്തിനാതേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ തല ഉണ്ടാക്കുന്ന? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചാ പോരെ? അതൊന്നും കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോ നടക്കില്ല. ഇതാ ഞാൻ പറയുന്നത്. ഒരു വാടക വീടെങ്കിലും എടുത്ത് ഇവിടെ നിന്ന് മാറാന്ന്. അതെങ്ങനെ കേക്കില്ലല്ലോ. എപ്പോഴും ജോലിയിൽ മാത്രമാണല്ലോ ശ്രദ്ധ. രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്യല്ലേ.
വീട്ടിൽ വന്നാലെങ്കിലും കുറച്ച് കുടുംബകാര്യങ്ങളെ കൂടി ശ്രദ്ധിച്ചൂടെ? അതിനിപ്പോ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓവർ ടൈം ചെയ്താലേ കമ്പനി കാര്യങ്ങൾ തീർക്കാൻ പറ്റൂ. ആ ജോലിയല്ലേ നമ്മുടെ നിലനിൽപ്പ് പോലും. അതൊക്കെ ശരിയാ. സത്യേട്ടൻ ഇങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെന്നും എനിക്കറിയാം. എന്നാലും കുറച്ച് ടൈമെങ്കിലും നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരുന്നോടെ? അതിനെന്താ, ഞാനിതൊന്ന് വേഗം ക്ലോസ് ചെയ്യാം. അതുവരെ നീ റെസ്റ്റ് എടുക്ക്. ഇന്ദുവാ, അക്കൗണ്ട് സെക്ഷനിൽ ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അത് പറയാനാവും. ഞാനിപ്പോ വരാം. ഇന്ദു, എന്താ വിളിച്ചേ? സത്യേട്ടാ, എന്റെ ഫോൺ എടുക്കാൻ താമസിച്ചേ? കിടന്നായിരുന്നോ? ഏയ്, ഞാനൊന്ന് ഫോണുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. എന്തു പറ്റി? പ്രതിഭയെ പേടിച്ചിട്ടാണോ? ഏയ്, അങ്ങനെയല്ല. ഒരു പ്രൈവസിക്ക് വേണ്ടി ഇറങ്ങിയെന്നേ ഉള്ളൂ. അല്ല, എന്താ വിളിച്ചത്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല സത്യേട്ടാ. അച്ഛനും അമ്മയും ഇന്ന് ഗോകുലേട്ടന്റെ കാര്യം അനന്തമാഷുമായിട്ട് സംസാരിച്ചു. ആണോ? എന്നിട്ട്? ജാമ്യത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് മാഷ് ഗോകുലേട്ടനുമായി സംസാരിക്കാന്ന് പറഞ്ഞു. മാഷ് ജയിലിൽ പോയിട്ട് ഗോകുലിനെ കാണോ? അതെ. മാഷ് സംസാരിച്ച ഗോകുലേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങാൻ തയ്യാറാവുമെന്ന വിശ്വാസത്തിലാ ഞങ്ങൾ എല്ലാവരും. അതെന്തായാലും നടക്കും ഇന്ദു. നീ സമാധാനമായിട്ടിരുന്നോ. ഗോകുലേട്ടൻ വന്നാ പിന്നെ എനിക്ക് ഓഫീസിൽ വരേണ്ടി വരില്ല. ഗോകുലേട്ടൻ എല്ലാം ഏറ്റെടുക്കും. അതുകൊണ്ട് നീ ഓഫീസിൽ വരാതിരിക്കുന്നത് എന്തിനാ? ഏതെങ്കിലും ഒരു സെക്ഷൻ നീ നോക്കിയാ ഗോകുലിന് അതൊരു സഹായമാവില്ലേ? പക്ഷേ എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഗോകുലേട്ടൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. സത്യേട്ടൻ ഗോകുലേട്ടനോട് പറയോ കമ്പനിയിൽ എന്നെയും കൂടി നിർത്താൻ? പിന്നെന്താ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇന്ദു ധൈര്യമായിട്ടിരുന്നോ. താങ്ക് യു. അത് മതി സത്യേട്ടാ. താങ്ക്സ്. അത് മതി സത്യേട്ടാ. ഗുഡ് നൈറ്റ്. ഓക്കെ സത്യേട്ടാ, ഗുഡ് നൈറ്റ്.